ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനി ആകെക്കൂടെ കൺഫ്യൂഷനായിട്ടാണ് ഉള്ളത്. വീണ്ടും അനാമികയോട് ഒന്നുകൂടെ ചോദിക്കുകയാണ്, എടോ നമുക്ക് കുറച്ചുകൂടെ പ്രണയിക്കുകയൊക്കെ ചെയ്തിട്ട് കല്യാണം കഴിച്ചാൽ പോരെ? അപ്പോൾ അനാമിക തിരിച്ചു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കല്യാണശേഷവും പ്രണയിക്കുന്നവരുണ്ട്. നമുക്ക് തല്ലൊന്നും കൂടാതെ കല്യാണശേഷം പ്രണയിച്ച് മുന്നോട്ടേക്ക് പോയിക്കൂടെ? അതിനുശേഷം അനാമിക ചോദിക്കുന്നുണ്ട്, അനി നിനക്ക് ഈ കല്യാണത്തിന് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അത് തുറന്നു പറയണം, അല്ലാതെ അവിടെ ഇവിടെയും തൊടാതെ സംസാരിക്കരുത്. എൻ്റെ സ്വപ്നങ്ങളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് നീ മാത്രമാണ്. അങ്ങനെയുള്ള നിന്നെ എനിക്ക് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. എങ്കിലും നിനക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ നിന്നെ ശല്യം ചെയ്യില്ല. അനാമികയുടെ മുഖത്ത് നോക്കി പറയാനുള്ള പേടി കൊണ്ടായിരിക്കും അനി വീണ്ടും പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അനന്തപുരിയിലെ മൂർത്തി സാർ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിൽ നിന്നും പിന്മാറില്ലെന്നാ നാട്ടിലാകെയുള്ള സംസാരം. അത് ശരിയുമാണ്. എൻ്റെ അച്ഛന് നിൻ്റെ മുത്തശ്ശനാ വാക്ക് തന്നത്, എന്നെ ആ വീടിൻ്റെ മരുമകളാക്കുമെന്ന്. ആ വാക്കിലാണ് എനിക്ക് വിശ്വാസം. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ അനന്തപുരി തറവാടിൻ്റെ മരുമകളായി കഴിഞ്ഞു. അതുപോലെ തന്നെ ഉടനെ തന്നെ നമ്മുടെ വിവാഹവും നടക്കണം. എനിക്ക് എതിർത്ത് പറയാൻ ഒന്നുമില്ലാത്തൊരവസ്ഥയിലാക്കിയിട്ട് തന്നെയാണ് അനാമിക സംസാരം അവസാനിപ്പിക്കുന്നത്. അതിനുശേഷം അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ആദർശ് എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നയന അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം കുറച്ചൊരു പേടിയോട് കൂടി തന്നെയാണ് നയന പറയുന്നത്, ആദർശേട്ടാ എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലെന്നാണ് തോന്നുന്നത്. അനാമിക അനിയുടെ ബെസ്റ്റ് ഫ്രണ്ടാ, ആരാധികയാ. അപ്പോൾ ആദർശ് നയനയെ തന്നെ നോക്കുന്നുണ്ട്. എന്നാൽ അതിനപ്പുറം ആ കുട്ടി അവൻ്റെ മനസ്സിലേക്ക് കയറിയിട്ടില്ല. അപ്പോൾ ആദർശ് കുറച്ച് ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, പിന്നെ ആരാ അവൻ്റെ മനസ്സിലേക്ക് കയറിയത്? അതറിയില്ല, പക്ഷേ അവന് മറ്റാരെയോ ഇഷ്ടമുണ്ടെന്നാ അവൻ്റെ സംസാരം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. നീ അതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. നിന്നെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ട് മുത്തശ്ശൻ്റെ മുന്നിൽ അവതരിപ്പിക്കാൻ അവൻ ശ്രമിക്കുന്നത്. എന്നാൽ അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും വാക്ക് കൊടുത്തിരിക്കുന്നത് മുത്തശ്ശനാ. ഇനി അത് മാറ്റാനൊന്നും പറ്റത്തില്ല. അല്ലെങ്കിൽ തന്നെ 2 കല്യാണം നടത്തിയിട്ട് റെഡിയായിട്ടിരിക്കുക. അപ്പം നയന ചോദിക്കുന്നുണ്ട്, അതെന്താ അങ്ങനെ പറഞ്ഞേ? എന്താണെന്നറിയില്ലേ? നീയും നിൻ്റെ ചേച്ചിയും മര്യാദയ്ക്കൊന്നും അല്ലല്ലോ ഈ വീട്ടിലോട്ടേക്ക് വന്നത്. ഇനിയിപ്പോൾ വേറൊരുത്തു കൂടി അതുപോലെ കയറി വരാൻ ഞാൻ സമ്മതിക്കില്ല. ഇതിപ്പോൾ ശരിക്കും അറേഞ്ച്ഡ് മാരേജാ. 2 കുടുംബക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കണ്ട് ഉറപ്പിച്ചതാ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അനാമികയും അവളുടെ വീട്ടുകാരും ഈ കുടുംബത്തിന് ചേർന്നവരാ. അങ്ങനെയുള്ളപ്പോൾ ഈ ബന്ധം നടക്കണം. അല്ലാതെ നിന്നെയും നിൻ്റെ ചേച്ചിയെയും പോലെ ഏതെങ്കിലും ഒരുത്തിയെ പ്രേമിച്ച് ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വന്നാൽ പിന്നെ ഈ വീട്ടിൽ യുദ്ധം ചെയ്യാൻ ഒരാൾ കൂടെ കൂടും, അത്രയേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവില്ല. അപ്പം നയന ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ഏട്ടന് തന്നെ അനിയനോട് നേരിട്ട് പറഞ്ഞൂടെ? എന്നോട് അവൻ സംസാരിച്ചപ്പോൾ കൊടുക്കേണ്ട മറുപടി ഞാൻ അവന് കൊടുത്തതാ. ഇനിയിപ്പോൾ നിന്നോട് റെക്കമെൻഡേഷൻ നടത്തിയിരിക്കുക, അതിൻ്റെ ഫലം കണ്ടില്ലേ? നീ ഇപ്പോൾ വന്ന് ഈ വിവരം ഇവിടെ പറഞ്ഞില്ലേ? അപ്പം നയന പറയുന്നുണ്ട്, ഞാൻ അനിയെ ഉപദേശിച്ചിട്ടുണ്ട്. മുത്തശ്ശൻ്റെ ആഗ്രഹത്തിന് എതിര് നിൽക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അനിയുടെ മനസ്സിലുള്ള കാര്യം അറിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ആദർശം കുറച്ച് ദേഷ്യത്തോടെ പറയുന്നത്, അത് പറയണ്ട. അവൻ ഈ കല്യാണത്തെ എതിർക്കുമ്പോൾ ഉറപ്പായിട്ടും നീ അവനെ പറഞ്ഞ് തിരുത്തുക വേണ്ടത്, അല്ലാതെ ഓടി വന്ന് എന്നെ അറിയിക്കുകയല്ല. അപ്പം നയനയും പറയുന്നുണ്ട്, അനിക്ക് നല്ല സങ്കടമുണ്ടെന്ന് തോന്നി. അത് പിന്നെ അനിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളോടല്ലേ ഞാൻ പറയേണ്ടത്. ആ ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ആദർശിൻ്റെ മുഖത്ത് ദേഷ്യം കണ്ടപ്പം നയന പറയുന്നുണ്ട്, ഇവിടെ വെച്ച് നമുക്ക് ഈ സംസാരം നിർത്താം. എന്നിട്ട് നയന അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അതേസമയം നന്ദു അവളുടെ മുറിയിൽ ഏങ്ങനടിച്ച് കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം നന്ദുവിൻ്റെ മനസ്സിൽ വരുന്നത് അല്പം മുമ്പ് അനി പറഞ്ഞ ആ വാക്കുകളാണ്. എനിക്കാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നന്ദുവായിട്ട് ഡിസ്കസ് ചെയ്യാനുമുണ്ട്. അല്ല, എനിക്കൊന്നും സംസാരിക്കാനില്ല. ഇനിയിപ്പോൾ അനിയുടെ ബെസ്റ്റ് ഫ്രണ്ടും പങ്കാളിയും ഒക്കെ അനാമിക എന്ന പെൺകുട്ടിയാണ്. അതുകൊണ്ട് ഇനി അനി കാണേണ്ടതും സംസാരിക്കേണ്ടതും മനസ്സിലുള്ളത് പങ്കുവെക്കേണ്ടതുമൊക്കെ അനാമികയുമായിട്ടാണ്. അപ്പം അനി തിരിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ ഒരുത്തി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് കരുതി എനിക്കെൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഒഴിവാക്കാൻ പറ്റുമോ? അവരെയൊക്കെ മാറ്റി നിർത്താൻ പറ്റുമോ? അപ്പം നന്ദു ചിന്തിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ഇഷ്ടം തുറന്നു പറയാൻ മടിച്ചതാ ഇപ്പോൾ ഈ വേദനയ്ക്കൊക്കെ കാരണം. ഒരാളോട് പ്രണയം തോന്നിയാൽ അത് മറച്ചു പിടിക്കരുതെന്ന് പറയാറുണ്ട്. അതുതന്നെയല്ലേ ഇവിടെ എൻ്റെ പരാജയത്തിനു കാരണം. ഉറപ്പായിട്ടും അനിക്ക് എന്നോട് ഇഷ്ടമുണ്ട്. പക്ഷേ ഇവിടെ അനാമികയുടെ അച്ഛനും അമ്മയും അനാമികയുമെല്ലാം അനന്തപുരി തറവാട്ടിലേക്ക് ഇടിച്ചു കയറിയെന്ന് വേണം പറയാൻ. സാഹചര്യം എനിക്കെതിരാ. എൻ്റെ 2 ചേച്ചിമാരുടെയും ജീവിതം തുലാസിലാ. അങ്ങനെയുള്ളപ്പോൾ എനിക്കൊരിക്കലും ആ തറവാട്ടിൽ സ്ഥാനം കിട്ടില്ല. ഇതാലോചിച്ചാലും നടക്കത്തില്ല. അതൊക്കെ മനസ്സിലാക്കുമ്പോഴും ഞാൻ അറിയാതെ എൻ്റെ മനസ്സിലേക്ക് കയറിപ്പോയി അനി. നന്ദുവിന് അവളുടെ സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് ചിന്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കരയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം തൻ്റെ ഡയറി എടുത്തിട്ട് അതിൽ നിന്നും അനിയുടെ ഒരു ഫോട്ടോ എടുക്കുകയാണ്. ആ ഫോട്ടോയ്ക്ക് പിന്നിലായിട്ട് ഐ ലവ് യു എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നന്ദു സ്വയം ചിന്തിക്കുകയാണ്, ഈ ഫോട്ടോയ്ക്ക് പിന്നിൽ ഞാൻ എൻ്റെ ഇഷ്ടം തുറന്നെഴുതി ഐ ലവ് യു എന്ന്. പക്ഷേ
ഈ ഫോട്ടോയിലെ ആളോടത് പറയാൻ മടി കാണിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരു പുരുഷൻ എൻ്റെ മനസ്സ് കീഴടക്കിയത്. പക്ഷെ അത് എപ്പോഴാണ് സംഭവിച്ചതെന്ന് എനിക്ക് പോലും മനസ്സിലാവുന്നില്ല. നന്ദു സ്വയം കരഞ്ഞുകൊണ്ട് ഉരുകുകയാണ്. കാരണം അമ്മ അറിയാൻ പറ്റില്ല, അനിയോട് സ്നേഹം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒറ്റയ്ക്ക് അനുഭവിക്കാനേ ആ ഒരു സമയത്ത് വഴിയുള്ളൂ. അപ്പോഴേക്കും ഇതൊന്നും അറിയാതെ കനക നന്ദുവിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്. നന്ദു മോളെ, നന്ദു മോളെ. പക്ഷെ അവൾ ശബ്ദം കേൾക്കുന്നത് കാണാഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴേക്കും നന്ദു പെട്ടെന്ന് ഓർമ്മയിൽ നിന്ന് ഞെട്ടി കയ്യിലിരിക്കുന്ന അനിയുടെ ഫോട്ടോ പെട്ടെന്ന് തന്നെ പില്ലോയുടെ അടിയിലേക്ക് മാറ്റി ഒളിച്ചു വെക്കുകയാണ്. എന്നിട്ട് അമ്മ അപ്പോഴേക്ക് റൂമിലെത്തിയിട്ടുണ്ടായിരുന്നു. നന്ദു ഇങ്ങനെ പരുങ്ങുന്ന കണ്ടപ്പം കനക ചോദിക്കുന്നുണ്ട്, എന്താ നിനക്കൊരു പരുങ്ങൽ? ഏയ് ഒന്നുമില്ല, നന്ദു പതറിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ കനക പറയുന്നുണ്ട്, അത് പോട്ടെ, നീയൊന്നും കഴിച്ചില്ലല്ലോ. എന്താ നിനക്ക് ഈയിടെയായിട്ട് വിശപ്പില്ലേ? അല്ലെങ്കിൽ ഒരു ആനയെ വിഴുങ്ങാനുള്ള വിശപ്പുള്ള ഒരാളായിരുന്നല്ലോ. ഇപ്പം നിനക്ക് എന്താ പറ്റിയത്? അപ്പോൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ തന്നെ അമ്മയെ നോക്കിക്കൊണ്ട് നന്ദു പറയുന്നുണ്ട്, ഇപ്പോൾ പിന്നെ ഞാൻ പഴയ പോലെ എക്സസൈസൊന്നും അങ്ങനെ ചെയ്യുന്നില്ലല്ലോ അമ്മേ. അപ്പം നന്ദുവിനെ തന്നെ നോക്കിക്കൊണ്ട് കനക ചോദിക്കുന്നുണ്ട്, അതെന്താന്നാ ഞാനും ചോദിക്കുന്നത്. ഒരു ദിവസമെങ്കിലും നിനക്ക് ശരീരം അനക്കിയില്ലെങ്കിലേ എന്തൊക്കെയോ നഷ്ടപ്പെടുമെന്നുള്ള തോന്നലായിരുന്നല്ലോ. ഇനി എക്സസൈസ് ചെയ്യാനൊരു അവസരം കിട്ടിയില്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് എങ്ങനെയെങ്കിലും പോയിട്ടൊരു തല്ലുണ്ടാക്കും. അങ്ങനെയെങ്കിലും നീ ശരീരം അനക്കുമായിരുന്നല്ലോ. ഇപ്പോൾ നിനക്കെന്താ ആകെ മൊത്തം ഒരു നിരാശ ബാധിച്ചതുപോലെ? ഏതു നേരവും ഈ മുറിക്കുള്ളിൽ അങ്ങ് അടച്ചു പൂട്ടി ഇരിക്കുന്നത്? കനക സംശയത്തോടു കൂടിയാണ് ചോദിച്ചത്. നന്ദൂട്ടാ, സത്യം പറ, എന്താ നിനക്ക് പറ്റിയത്? ഇനി മോളുടെ ചേച്ചിമാരുടെ ജീവിതം ആലോചിച്ചിട്ടാണോ മോളിങ്ങനെ സങ്കടപ്പെടുന്നേ? പ്രത്യേകിച്ച് നയനയുടെ? പെട്ടെന്ന് നന്ദുവും പറയുന്നുണ്ട്, നയനച്ചിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ആലോചിച്ച് എനിക്കും വിഷമമുണ്ട്. എന്നാൽ അമ്മയ്ക്ക് വിഷമമില്ലെന്നാണോ നന്ദൂട്ടൻ കരുതുന്നത്? നയന മോളെ വിളിച്ചുകൊണ്ട് വരാൻ അമ്മ തയ്യാറായിരുന്നു. അച്ഛനും അങ്ങനെ തന്നെയാ. പിന്നെ അന്നത്തെ സാഹചര്യമൊക്കെ മോള് കണ്ടായിരുന്നല്ലോ. ആദർശ് മോൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും നയന മോൾ അവിടെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി മോളുടെ കാര്യത്തിൽ അബദ്ധം പറ്റരുതെന്ന് എനിക്കും ഗോവിന്ദേട്ടനും വലിയ നിർബന്ധമാണ്. അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത്, നമ്മളെക്കാളും വലിയ ബന്ധമൊന്നും ഇനി നമ്മൾക്ക് വേണ്ടാന്ന്. നമുക്കൊപ്പം നിൽക്കുന്നവർ മതി. അങ്ങനെയാണെങ്കിൽ നന്ദുടനെ കാണാൻ ഇടയ്ക്കൊക്കെ ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പറ്റുമല്ലോ. നന്ദു അമ്മയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ കനക സന്തോഷത്തോടെ പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഭർത്താവിനെയും കൂട്ടി മോൾക്ക് ഇങ്ങോട്ടും വരാൻ പറ്റും. ഇതിപ്പോൾ മൊത്തത്തിൽ താളം തെറ്റിപ്പോയില്ലേ? എൻ്റെ ആഗ്രഹം പോലെ എൻ്റെ 2 മക്കളും കോടീശ്വരന്മാരുടെ വീട്ടിലേക്കാണ് പോയിരിക്കുന്നത്. പക്ഷെ അതിനുശേഷം മനസ്സമാധാനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതിൽ നിന്ന് കിട്ടിയ തിരിച്ചറിവ് കൊണ്ട് പറയുന്നതാ, നമുക്കൊപ്പം നിൽക്കുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന ബന്ധങ്ങൾ മതി ഇനി നമുക്ക്. അപ്പം നന്ദു വിചാരിക്കുന്നുണ്ട്, അമ്മയൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എൻ്റെ ഈ വേദനയ്ക്ക് പ്രസക്തിയേ ഇല്ല. ഒരിക്കലും ആ വീട്ടിലേക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കാനേ പാടില്ല. ഇതൊക്കെ അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ടാ ഞാനിങ്ങനെ അനിയെ ഓർക്കുന്നത്? അനി മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് അറിയുമ്പോൾ ഞാൻ എന്തിനാ ഇങ്ങനെ വേദനിക്കുന്നത്? അപ്പം കനക സംശയത്തോട് ചോദിക്കുന്നുണ്ട്, എന്താ നന്ദുട്ട നീ ആലോചിക്കുന്നത്? ഒന്നുമില്ല അമ്മേ. നന്ദു പെട്ടെന്ന് വിഷയം മാറ്റുകയാണ്. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. അപ്പോൾ കനക ഒന്നുകൂടെ മകൾക്ക് അരികിലേക്ക് വന്നിട്ട് സ്നേഹത്തോടെ പറയുന്നുണ്ട്, നന്ദൂട്ടൻ പുറത്തു പോകുന്നത് അമ്മയ്ക്ക് പേടിയായിരുന്നു. എന്നാലും ഇന്നിപ്പോൾ അമ്മ തടയുന്നില്ല. എൻ്റെ മോള് പുറത്തേക്ക് പോയിക്കോ. ഇതിനകത്തിരുന്ന് ഓരോന്ന് ആലോചിച്ചിങ്ങനെ വിഷമിക്കുന്നതിനേക്കാളും നല്ലത് പുറത്തൊക്കെ പോയി ഒന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ചു പൊളിക്കുന്നതാ. നന്ദു പുറത്തേക്ക് പോവുകയാണ്. അപ്പം കനക ആ മുറിയിൽ തന്നെയുള്ളത്. കനക ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ട് വിചാരിക്കുന്നുണ്ട്, ഇതൊക്കെ അലക്കിയിട്ട് കുറേ ദിവസമായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ കൊട്ടിയെടുക്കുകയാണ് അലക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നന്ദു നേരത്തെ തലയാണിയുടെ അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന അനിയുടെ ഫോട്ടോ, അതായത് അത് കമഴ്ത്തിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഐ ലവ് യു എന്ന് എഴുതിയ ഭാഗമാണ് ആദ്യം കാണുന്നത്. അപ്പം അതാണ് ആദ്യം കനകയുടെ കണ്ണിൽപ്പെടുന്നത്. ആ ഐ ലവ് യു എന്ന് എഴുതിയ എഴുത്ത് കാണുന്ന സമയത്ത് കനക വിചാരിക്കുന്നുണ്ട്, ഞാൻ സംശയിച്ചത് ശരി തന്നെയാണ്. മോളുടെ മനസ്സ് പാളിപ്പോയെന്നാണ് തോന്നുന്നത്. അവൾ ആരെയാണ് ഈ സ്നേഹിക്കുന്നത് എന്ന് സ്വയം ചോദിച്ചുകൊണ്ട് ആ ഫോട്ടോ തിരിച്ചു പിടിക്കുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ അനിയെ കണ്ടതിൻ്റെ ഒരു ഷോക്കിലായിരുന്നു കനക. ഞാൻ എന്തൊക്കെയായി കാണുന്നത്? അവളുടെ ചേച്ചിമാരുടെ കാര്യം അവൾക്കും ബോധ്യമുള്ളതാ. എന്നിട്ടും പിന്നെ എന്തിനാ അവൾ ഈ ചതി ചെയ്തത്? അനിയുടെ കല്യാണം ഉറപ്പിച്ചു എന്ന് അറിഞ്ഞത് തന്നെയാ അവളുടെ സങ്കടത്തിന് കാരണം. ഞാൻ നേരത്തെ സംശയിച്ചതാ നന്ദു അനിയെ സ്നേഹിക്കുന്നുണ്ടെന്ന്. എന്നാ പറഞ്ഞു തിരുത്താൻ പറ്റിയില്ല. കനക സ്വയം മനസ്സിൽ ഓരോന്ന് ആലോചിച്ചിങ്ങനെ സങ്കടപ്പെടുകയാണ്. അതേസമയം അനന്തപുരിയിലെ ജലജയുടെ മനസ്സ് നിറയെ ആദർശ് വലിച്ചു കീറിയിട്ടുണ്ടായിരുന്ന ആ ഒരു മുദ്രപത്രമായിരുന്നു. ആ വിവരദോഷി എന്തൊക്കെയാണ് കാണിച്ചത്? അതിനകത്ത് എന്താ എഴുതിയതെന്ന് നോക്കാൻ പോലും പറ്റിയില്ല. ആദർശിനെ കുറിച്ചാണ് ജലജ ചിന്തിക്കുന്നത്. ഞാൻ അച്ഛനോട് എനിക്കും എൻ്റെ മക്കൾക്കും ഇവിടെ ഒരു സ്ഥാനവും ഇല്ലെന്ന് പറഞ്ഞത് പ്രകാരം എനിക്കും എൻ്റെ മക്കൾക്കുള്ള ഓഹരി കൂടി അതിൽ സൂചിപ്പിച്ചിട്ടുണ്ടാവും. അതെന്താണെന്ന് എങ്ങനെയെങ്കിലും അറിഞ്ഞേ പറ്റൂ. പ്രമാണം കീറിയത് വേസ്റ്റ് ബോക്സിൽ കാണും.
പിന്നെ അതിനു വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു ജലജ. മീനാക്ഷി വേസ്റ്റ് കളയാൻ പോകുന്നത് ജലജ കാണുന്നുണ്ടായിരുന്നു. അപ്പം മീനാക്ഷിയുടെ പിന്നാലെ തന്നെ നോക്കുകയാണ് അവരെന്താ അത് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അത് അനന്തപുരിയുടെ തറവാടിന് പുറത്തുള്ള വേസ്റ്റ് ബോക്സിൻ്റെ ടിന്നിൽ കൊണ്ടുപോയിട്ട് അവർ നിക്ഷേപിക്കുകയാണ്. അപ്പം മീനാക്ഷി അറിയാതെ തന്നെ ജലജ അത് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. മീനാക്ഷി അവിടുന്ന് പോയതിന് ശേഷം ജലജ അങ്ങോട്ടേക്ക് പോവുകയാണ്. പക്ഷേ അവിടുത്തെ സ്മെല്ല് കാരണം ജലജയ്ക്ക് നിൽക്കാനൊന്നും പറ്റുന്നില്ല, കാരണം അത്രയും നാറ്റമൊക്കെയാണ്. അപ്പോൾ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അതിൽ നിന്ന് മൂക്കൊക്കെ പൊത്തിയിട്ട് എടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു ആക്രിക്കാരൻ അങ്ങോട്ട് വരുന്നത്. ഓഹോ, അപ്പം നീയാണല്ലേ ഞങ്ങൾ ഇവിടുത്തെ എടുക്കുന്ന ഇതിൻ്റെയൊക്കെ പത്രങ്ങളൊക്കെ എടുത്ത് മാറ്റുന്നത്? കാണാൻ നല്ല വേഷാണല്ലോടി, നാണയില്ലേ നിനക്ക് എന്നൊക്കെ ചോദിച്ചിട്ട് ജലജയ്ക്ക് നേരെ തട്ടിക്കയറുകയാണ്. അപ്പോൾ ജലജ ദേഷ്യത്തോട് പറയുന്നുണ്ട്, താൻ ആരാടോ, എന്താ നിൻ്റെയൊക്കെ വിചാരം, ഞാൻ ആരാന്ന് നിനക്കറിയോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അയാൾ പറയുന്നുണ്ട്, ഞാൻ കുറച്ച് പ്രായമുള്ള മനുഷ്യനാണ്, എന്നെ അതിനനുസരിച്ച് ഒരു പേരെങ്കിലും അതായത് എടാ പോടാന്ന് വിളിക്കുന്നതെങ്കിലും ഒഴിവാക്കാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ജലജ അതൊന്നും മൈൻഡാക്കുന്നില്ല. എന്തായാലും കയ്യിലുള്ളൊരു മോതിരം എന്തെങ്കിലും ഊരി തന്നാൽ ഞങ്ങളത് വിറ്റിട്ട് ജീവിച്ചോളാം എന്നൊക്കെ അയാളും പറയുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും കട്ടക്ക് എന്നുള്ള പോലെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ അയാളെ പറഞ്ഞു വിട്ടതിന് ശേഷം ആക്രിക്കാരൻ്റെ വായി കിടക്കുന്നവരെ കേൾക്കേണ്ടി വന്നല്ലോ എന്നൊക്കെ പരിതപിച്ചുകൊണ്ട് ജലജ കഷ്ടപ്പെട്ട് മൂക്കൊക്കെ പൊത്തി അതിൽ നിന്ന് ആ പേപ്പർ കണ്ടുപിടിക്കുകയാണ്. അതിനുശേഷം എങ്ങനെയോ തിരിച്ച് വീട്ടിലേക്ക് കയറുന്നുണ്ട്. വീട്ടിലേക്ക് കയറി പമ്മി മുകളിലേക്ക് പോവാണ്. അപ്പോൾ അബി മുകളിൽ ഇരിക്കുന്ന സമയത്ത് കാണുന്നുണ്ട് അമ്മ ഇങ്ങനെ കഷ്ടപ്പെട്ട് പമ്മി പോകുന്നത്. അബി വിചാരിക്കുകയും ചെയ്യുന്നുണ്ട് അമ്മ എന്തായിരിക്കും ഇങ്ങനെ നടക്കുന്നതെന്നൊക്കെ അബി ചിന്തിക്കുകയാണ്. എങ്ങനെയായാലും ജലജ മുറിയിലേക്ക് എത്തുന്നുണ്ട്. അതേസമയം ആദർശ് മുറിയിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് നയന കടന്നു വരികയാണ്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട് എന്താ കാര്യമെന്ന്. നയന പറയാം ഫോൺ എടുക്കാൻ വേണ്ടി മറന്നുപോയി, അതെടുക്കാൻ വന്ന്. ഫോണൊക്കെ നിൽക്കുന്നിടത്ത് തന്നെ വെച്ചൂടെ എന്നൊക്കെ ആദർശ് കുറച്ച് തട്ടിക്കയറുകയാണ്. നയന ഫോണും കൊണ്ട് പോകുന്ന സമയത്ത് ആദർശ് പറയുന്നുണ്ട്, അതെ പരമാവധി മുഖം കാണിക്കാതിരുന്നാൽ നല്ലത്, ശ്രമിക്കാം. വീണ്ടും നയന ചോദിക്കുന്നുണ്ട്, പിന്നെ കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും എടുക്കണോ? ആ, കുടിക്കാനെടുക്ക്, അതിനകത്ത് കുറച്ച് വിഷം കൂടെ ചേർത്തേക്ക്. ആദർശ് ദേഷ്യത്തോടെ പറയാണ്, കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ അവിടെ വന്ന് പറഞ്ഞോളാം, അതിനുവേണ്ടി നീ ഇങ്ങോട്ടേക്ക് വരണം എന്നില്ല. നയന സങ്കടത്തോടു കൂടി ആദർശ് പറയുന്ന കേട്ട് നിൽക്കുകയാണ്. പിന്നെ ഒന്നും മിണ്ടാതെ അവിടുന്ന് പോകുന്നുണ്ട്. അതേസമയം കിട്ടിയ പേപ്പറുകളൊക്കെ ജലജ ബെഡിൽ വെച്ച് ഒരുമിപ്പിക്കുകയാണ്. എല്ലാം മിക്സ് ചെയ്തിട്ട് ലെവലാക്കി ശരിക്കാക്കുന്നുണ്ട്. അപ്പോഴേക്കും അബി അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ പമ്മി നടക്കുന്ന കണ്ടത്? ഓ, നീ അത് കണ്ടായിരുന്നോ? ഇത് ഞാൻ മുത്തശ്ശൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ആദർശ് വലിച്ചു കീറിയ പേപ്പറാണ്, ഇത് ഞാൻ വേസ്റ്റ് ബിന്നിൽ പോയിട്ട് എടുത്തതാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അബി പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ അമ്മയ്ക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നു, ഞാൻ പോയിട്ട് എടുക്കില്ലായിരുന്നു. അപ്പം ജലജ പറയാണ്, നിന്നെ ഏൽപ്പിച്ചിട്ട് കാര്യമില്ല, ഇത് ഞാൻ എടുത്തത് വേസ്റ്റ് ടിന്നാ, അതിൻ്റെ സ്മെല്ല് സഹിക്കാൻ പറ്റാത്തതാ, അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് സ്മെല്ല് ചെയ്യുന്നതെന്ന് പറഞ്ഞ് നീ ഇങ്ങോട്ടേക്ക് പോരും, അത്രയ്ക്കുള്ള ബുദ്ധിയല്ലേ നിനക്കുള്ളൂ മണ്ടൻ. അതിനുശേഷം അബിയോട് പറയുന്നുണ്ട്, ഭാഗ്യം ഒന്നും മിസ്സായിട്ടില്ല. അതിനുശേഷം മുത്തശ്ശൻ എഴുതിയിട്ടുണ്ടായിരുന്ന ആ ഒരു കുറിപ്പ് വായിക്കുകയാണ്, ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയ വസ്തുക്കളെല്ലാം എല്ലാവരും സമാസമം പങ്കിട്ടെടുക്കണം. അപ്പോൾ ജലജയും അബിയും പരസ്പരം സന്തോഷത്തോടു കൂടി മുഖത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. എല്ലാവരും കൂട്ടുകുടുംബമായി കഴിയണം ഞാൻ ഉള്ളിടത്തോളം കാലം. അതിനുശേഷം എല്ലാവരും പിരിയാൻ തീരുമാനിക്കുകയാണെങ്കിൽ ജയനും ദേവയാനിയും ആദർശും നയനയും പറയുന്നതിനനുസരിച്ച് സ്വത്തുക്കൾ ഭാഗം വെക്കണം. അബിയും ജലജ ഒരുപോലെ ഞെട്ടിപ്പോവാണ്. അവരുടെ വാക്ക് അവസാന വാക്കായിരിക്കും. അവസാനത്തെ വരി കൂടി ജലജ വായിച്ച് നിർത്തുകയാണ്. അതിനുശേഷം ബെഡിൽ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ആ പേപ്പറൊക്കെ എടുത്തിട്ട് ജലജ ദേഷ്യത്തോടെ വലിച്ചെറിയാണ്, ഇത് ആരും എടുത്ത് വായിക്കേണ്ട. അപ്പോൾ അബിയും പറയുന്നുണ്ട്, എന്നാലും എൻ്റെ മുത്തശ്ശൻ കൊള്ളാലോ അമ്മേ. അപ്പോൾ ജലജയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്, കിളവന് മകളായ എന്നോട് സ്നേഹമൊന്നുമില്ല, അതിനുള്ള കാരണമുണ്ട്. അപ്പോൾ അബി ചോദിക്കുകയാണ്, എന്താ അമ്മേ കാരണം? അതിപ്പോൾ ഞാൻ പറയുന്നില്ല, ജലജ ദേഷ്യത്തോടെ പറയാണ്. ഒരു കണക്കിന് ആദർശ് ഇത് വായിക്കാതെ കീറിക്കളഞ്ഞത് നന്നായി, അല്ലെങ്കിലേ അവനും അവൻ്റെ അച്ഛനും അമ്മയും ഭാര്യയും പറയുന്നത് കേട്ട് ഭാഗം വെപ്പ് നടന്നേനെ, അവിടെ ഉറപ്പായിട്ടും നമുക്ക് നക്കാപ്പിച്ചേ കിട്ടത്തുള്ളായിരുന്നു. അപ്പം അബി സങ്കടത്തോടെ പറയുന്നുണ്ട്, എന്നാലും നമുക്കൊരു പരിഗണനയും മുത്തശ്ശൻ തരുന്നില്ലല്ലോ അമ്മേ. അപ്പം ജലജയും പറയുന്നുണ്ട്, ഇന്നലെ കയറി വന്നവൾക്ക് പോലും ഈ വീട്ടിൽ പരിഗണനയുണ്ട്. അച്ഛൻ എന്ത് സംസാരിച്ചാലും അവസാനം അതിൻ്റെ എല്ലാം ഗുണം നയനയ്ക്ക് കിട്ടുന്ന രീതിയിലാണ് സംസാരം നിർത്തുന്നത്. അപ്പം ഇതാണ് കിളവൻ്റെ മനസ്സിലിരിപ്പ്. അതുകൊണ്ട് ഇനി ഭാഗം വെപ്പിനെ കുറിച്ച് നമ്മൾ പറയേ വേണ്ട. അപ്പം അബി സങ്കടത്തോട് ചോദിക്കുകയാണ്, മുത്തശ്ശൻ്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറാൻ എന്താ അമ്മ ഒരു വഴി? അതിനിനി വഴിയൊന്നുമില്ല. നീ എന്ത് നല്ല കാര്യം ചെയ്താലും അച്ഛൻ അതൊന്നും ഇനി വിശ്വസിക്കാൻ പോകുന്നില്ല. അത്രയ്ക്ക് നിന്നെ വെറുത്ത് കഴിഞ്ഞു. ആദർശ് മർമ്മറിഞ്ഞ് ഓരോന്ന് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നിനക്കതിനുള്ള കഴിവില്ലാതെ പോയി. അനിയെ എല്ലാവർക്കും ഇഷ്ടാ, നിനക്ക് മാത്രം ഒരു പരിഗണനയും ഇല്ലാത്തത്. ഇപ്പോൾ അനന്തപുരിയിലെ അനന്തമൂർത്തിയുടെ കൊച്ചുമകൻ എന്നൊരു പേര് മാത്രമുണ്ട്. പക്ഷേ മുത്തശ്ശൻ്റെ മുന്നിൽ കൊച്ചുമോൻ ഒരു വിലയുമില്ല. അതിന് നീ നിന്നെ മാത്രം കുറ്റപ്പെടുത്തിയാൽ മതി, മറ്റാർക്കും അതിൽ പങ്കില്ല. എടാ, അനന്തപുരി തറവാട്ടിലേക്ക് ചാക്ക് കണക്കിന് പൊന്നും പണവും തന്ന് പെൺകുട്ടികളെ പറഞ്ഞു വിടാൻ നിൽക്കുന്ന സമയത്താ നീ നിന്റെ ചേട്ടനെ തോൽപ്പിച്ച് ഒരുത്തിയെ കൂട്ടിക്കൊണ്ട് വന്നത്. അതവൾക്ക് ലോട്ടറിയായി, നിനക്ക് കിട്ടിയത് ടെൻഷനും.
ഇനിയിപ്പോൾ ആ ഭാരം ജീവിതകാലം മൊത്തം ചുമന്നോ. ജലജ ദേഷ്യത്തോടെ അഭിയോട് പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.